നമസ്കാരം. സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോ നമ്മളെല്ലാം എപ്പിസോഡ് എൻഡിങ് കണ്ടു കാണും. നമ്മുടെ ഇന്ദ്രനായിട്ട് സേതുമാധവൻ അടിച്ച് പരിപ്പളക്കി എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ദ്രനാണെങ്കിൽ ആകെപ്പാടെ പിടിവെട്ടി നിൽക്കുക. ഇന്ദ്രൻ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട്, ഞാനൊരാണാണോ അമ്മ, എനിക്ക് തല്ലാനും അറിയില്ല, ഒന്നും അറിയില്ല, ഞാൻ എന്തൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാട്ടോ. അപ്പൊ നമ്മുടെ അനിയൻ വന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ അമ്മേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് ഭ്രാന്താണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഇന്ദ്രൻ അമ്മ ഇത് പറഞ്ഞത് കേട്ടോ, അവൻ പറയുന്നു എനിക്ക് ഭ്രാന്താണ്, ഇതെങ്ങാനും കോടതിയിലെത്തിയ പിന്നെ എനിക്ക് ഡിവോഴ്സേ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ ആകെപ്പാടെ ആ ഒരു ഭ്രാന്തിന്റെ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇന്ദ്രൻ ഉണ്ടല്ലോ അനിയന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാല് നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനിയനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇന്ദ്രനെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പത്താണെങ്കിൽ നമ്മുടെ പൂർണിമ അമ്മ നമ്മുടെ മാധവനോട് സേതുവിനോട് പറയുന്നുണ്ട് കേട്ടോ, സേതു ഇനിയും അടിപിടിയൊന്നും കൂടരുത്, മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല സേതു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പല്ലവിയും ശരിയാണ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സേതുവിൻ്റെ അടുത്തിട്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഋതു കട്ട വാശിയിലാണ്. ഋതു നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ദുരൂഹതയുള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ചിരിക്കും എന്നുള്ളൊരു കടുത്ത വാശിയിലാട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപം കുറേയൊക്കെ നമ്മുടെ ഋതുവിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രതാപന്റെ അടുത്ത് ഋതു പറയുന്നുണ്ട്, ആരൊക്കെ എന്നെ തടയാൻ ശ്രമിച്ചാലും ഞാൻ അച്ഛൻ്റെ മരണത്തിന് പിന്നിലെ ആ ഒരു ദുരൂഹത കണ്ടെത്തി അടങ്ങൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ പ്രതാപൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഋതുവിനെ തന്നെ തട്ടിക്കളയാനും മടിക്കില്ല അല്ലെ. നമ്മുടെ പ്രതാപന് സ്വന്തം ഇമേജ് മാത്രമാണ് വലുത്. അപ്പൊ എന്തായാലും ഋതുവിന്റെ ജീവിതവും ജീവനും അപകടത്തിലാകുന്ന നിമിഷങ്ങൾ തന്നെ ആയിരിക്കും. ഇനി ഋതുവിനെ നമ്മുടെ പ്രതാപന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനും നമ്മുടെ സേതു തന്നെ ഇറങ്ങണം അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.